പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ജപമാല മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ ടോക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ധ്യാന ഗുരുക്കന്മാരെ പല രൂപത്തിലും ഭാവത്തിലും പരിശുദ്ധാത്മാവോട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമക്കളെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഈ ജപമാല എന്ന് പറയുന്നത് മാനവ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ്. ഈ ജപമാലയുടെ ആ സത്യം നമുക്ക് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മൾ ഏതെങ്കിലും ധ്യാനങ്ങൾ കൂടുമ്പോഴോ, മരിയൻ ധ്യാനം കൂടുമ്പോഴോ, കൺവെൻഷന് പങ്കെടുക്കുമ്പോഴോ, ആ പ്രസംഗിക്കുമ്പോൾ കുറച്ച് നമ്മൾ കേൾക്കെങ്കിൽ അതൊന്ന് യഥാർത്ഥത്തിൻ്റെ ഉള്ളിൽ അത് ധ്യാനിക്കാൻ, അത് ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന സ്വർഗം, അത് കിട്ടുന്ന സ്വർണം, അതേ സ്വർണം എന്ന് ഞാൻ പറയാം. നമ്മൾ ഭൂമിയിൽ സ്വർണം ലഭിക്കുമ്പോൾ, വജ്രം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സന്തോഷത്തെല്ലാം ഉപരിയാണ് ഈ ജപമാല എന്ന പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിലൂടെ സ്വർഗം നമുക്ക് തരാൻ പോകുന്ന സൗഭാഗ്യങ്ങള്, സന്തോഷങ്ങള്, വിടുതലുകള്, സൗഖ്യങ്ങള്. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സൗഖ്യം ലഭിക്കുന്നത്? ജപമാല ചൊല്ലുമ്പോഴെങ്ങനെ വിടുതൽ സംഭവിക്കുന്നത്? ജപമാല ചൊല്ലുമ്പോഴെങ്ങനെ നമുക്ക് പൂർവിക ശാപം മാറുന്നത്? ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെന്നേ. ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന ആ രഹസ്യങ്ങൾ, ആ രഹസ്യത്തിന്റെ ഉള്ളിൽ ഉള്ള വചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിയണം നമ്മള്. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജപമാല പ്രാർത്ഥന ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മൾ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്. സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ഒപ്പം തന്നെ ദുഃഖത്തിന്റെയും മഹിമയുടെയും ഒക്കെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. സന്തോഷത്തിന്റെ രഹസ്യങ്ങള് ഇല്ലേ? ആ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ശരിക്കങ്ങ് ലയിച്ചു പോകുമ്പോഴുണ്ടല്ലോ, ആ ഓരോ വചനവാക്യങ്ങൾ നമ്മളിന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ സമൂഹങ്ങളൊക്കെ നമ്മൾ സാധാരണ എന്നുവെച്ചെങ്കിൽ സന്തോഷത്തിന് ഒന്നാം രഹസ്യം പരിശുദ്ധ കന്യാമറിയം പ്രസവിക്കുന്ന മംഗളവാർത്ത അറിയിക്കുന്നു. കർത്താവായ ദൈവമേ, ഇതാ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു രോഗി കിടക്കുന്നു, ക്യാൻസർ രോഗി കിടക്കുന്നു. ആ രോഗിയെ ഇതാ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒക്കെ ഇങ്ങനെ സമർപ്പങ്ങളാ. എൻ്റെ ദൈവമക്കളെ, ഒരു ധ്യാനഗുരു എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാ വെച്ചെങ്കിൽ, ഒരു വേറൊരു വ്യക്തിയെ സമർപ്പിക്കാൻ ഞാൻ ആരാ? എന്നെ തന്നെ എനിക്ക് പരിപൂർണമായി സമർപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ കർത്താവിന് മുന്നിൽ എന്നെ തന്നെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ തന്നെ എനിക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ ഞാൻ മറ്റുള്ളവരെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ. ശരിക്കും അത് വേറൊരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ എതിർത്തെങ്കിലും പിന്നീട് അത് ചിന്തിച്ചപ്പോൾ സത്യമല്ല. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കാതെ ഞാൻ മറ്റുള്ളവരെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ ആ വിഷയത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത്. എൻ്റെ ദൈവമക്കളെ, സഭ നമുക്ക് തന്നിട്ടുള്ള ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ സന്തോഷത്തിന് ഒന്നാം രഹസ്യം പരിശുദ്ധ കന്യാമറിയം പ്രസവിക്കുന്ന മംഗളവാർത്ത അറിയിക്കുന്നു. അപ്പൊ എന്താണ് മംഗളവാർത്ത? ഇല്ലേ? ആ മംഗളവാർത്തയുടെ അർത്ഥം എന്നതാ? ഈ മംഗളവാർത്തയിൽ എന്താണ് സംഭവിക്കാൻ പോയത്, അല്ലെങ്കിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ധ്യാനിക്കേണ്ടത്, പരിശുദ്ധാത്മാവുടേത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എനിക്ക് അതിന്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധ അമ്മയ്ക്ക് ആ മംഗളവാർത്ത കൊടുത്തെങ്കിൽ, രോഗരക്ഷകനെ കുറിച്ചുള്ള ആ മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ആ പരിശുദ്ധ കന്യാമറിയത്തെ കൊടുത്തെങ്കിൽ അതിലൂടെ എന്താണ് ലോകത്തിന് സംഭവിച്ചത്? അതോടെ എന്താണ് നമ്മുടെ സഭയ്ക്കുള്ളിൽ സംഭവിച്ചത്? അപ്പൊ എന്താണ് ആ മംഗളവാർത്ത? കർത്താവെ, അതിന് എനിക്ക് അത് ഒന്ന് വെളിപ്പെടുത്തി തരണമേ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുന്നിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഈ രഹസ്യം, മംഗളവാർത്തയുടെ രഹസ്യം, രക്ഷകൻ ആ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ലോകരക്ഷകൻ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉള്ളിലേക്ക് ഇതാ ലോകരക്ഷകൻ കടന്നു വരികയാണ്. ചിന്തിച്ചാൽ ഒരിക്കലും പോലും നമുക്കതിന് അർത്ഥം മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ചെറിയ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, മംഗളവാർത്തയുടെ രഹസ്യം വെളിപ്പെടുത്തി തരണേ. ഓ കർത്താവേ, എനിക്ക് ധ്യാനിക്കാനുള്ളൊരു അവസരം, കുറേ ധ്യാനങ്ങൾ ഞാൻ കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് ധ്യാനിക്കാനുള്ളൊരു അവസരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ആയി മാറണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനത്തിന്റെ ഭാഗം പറയാം. ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 15 മുതൽ 20 ഇങ്ങനെ പറയുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുകയും അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളതാണ്. സത്യമായി നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും
അതിൽ പ്രവേശിക്കുക. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വചനം കേട്ടില്ലേ, ശിശുക്കളെ പ്രാർത്ഥിക്കാനായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശിഷ്യന്മാരൊക്കെ റിജക്ട് ചെയ്തു. ഇവിടുന്ന് മാറി പോകുന്നു പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു അവരെ എൻ്റെ അടുത്തേക്ക് വരണം, കാരണം അവരെ പോലെ നിങ്ങളായി മാറണം. ശരിക്കും അവരെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. എന്താ ശിശുവിൻ്റെ ഒരു പ്രത്യേകത എന്നാ പറയുന്നത്? അതാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് മംഗളവാർത്തയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കണം. ശിശു സഹജമായ ഒരു അവസ്ഥ. ശിശു സഹജം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക. ഇങ്ങനെ ആശ്രയിക്കുന്ന ഒരു ശിശു തൻ്റെ അമ്മയെ ആശ്രയിക്കുന്നു, പരിപൂർണമായി ആശ്രയിക്കുന്നു. അപ്പോൾ ആ അമ്മ പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അത് വിശപ്പിന് വേണമാണോ അത് മറ്റെന്തെങ്കിലും കാര്യത്തിനോട് കുഞ്ഞ് കരഞ്ഞെങ്കിൽ അമ്മയ്ക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നും ആ കുട്ടി വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. സ്വന്തം അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പറയില്ല. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ ശിശുവായി നമ്മ വേണം. അപ്പൊ ഈ ശിശുവായി പരിശുദ്ധ അമ്മ മാറിയപ്പോഴാണ് ലോകരക്ഷകൻ ആ മംഗള വാർത്ത അത് തന്നിൽ സംഭവിക്കാനുള്ള കൃപ തന്നിലേക്ക് കടന്നു വരികയാണ് പറയുന്നത്. അപ്പൊ ശിശുവായി മാറുമ്പോൾ കർത്താവ് എനിക്കൊന്നും അറിയില്ല, ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് എന്നാ പറയാ ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ചെറിയ കുഞ്ഞാണ്, പ്രത്യേകം ഒരു 14-15 വയസ്സുള്ള മകളാണ്. കർത്താവെ എനിക്ക് അതിനുള്ള ശക്തി എനിക്കില്ല, ഇതെങ്ങനെ സംഭവിക്കാൻ പോണേ എന്നൊക്കെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ദൂതൻ പറയാണ് അതാ ലോകരക്ഷ നിനക്ക് തരാം, അതൊക്കെ എങ്ങനെ സംഭവിക്കാമെന്നൊക്കെയാണ് പറയാം. അത് അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. കർത്താവിന്റെ കൃപ, അത് മംഗള വാർത്ത, അതിന്റെ ഒരു അഭിഷേകം, പ്രത്യേകിച്ച് ദൈവമക്കളെ ഈ മംഗള വാർത്തയുടെ അഭിഷേകം പ്രത്യേകിച്ച് ഒന്നാം രഹസ്യത്തിൽ നമ്മൾ നിറയണം. നമ്മളിലൂടെയും വലിയ മംഗള വാർത്ത എൻ്റെ കുടുംബത്തിന് വേണം, എൻ്റെ ഇടവകയ്ക്ക് വേണം, ഈ സമൂഹത്തിന് വേണം, എൻ്റെ രാജ്യത്തിന് വേണം, ലോകത്തിന് വേണം. ഈ മംഗളവാർത്ത എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം. ആ മംഗളവാർത്ത കൊടുക്കാൻ എത്രമാത്രം ശിശുവായി ഞാൻ മാറണം എന്ന് നമുക്ക് പ്രത്യേകമായി ഈ ദിവസം ധ്യാനിക്കാം. ആമേൻ.